ഹായ്, വെൽക്കം ടു മല്ലൂസ് കാർസ്. നമ്മൾ സെയിലിനായിട്ട് എത്തിയിട്ടുള്ളത് 2020 മോഡൽ എർട്ടിക്ക വരുന്നുണ്ട്. VXi ഹൈബ്രിഡ് ആണ് വാഹനം വരുന്നത്. അപ്പോൾ തന്നെ 2018 മോഡൽ ഷിഫ്റ്റ് VXi വരുന്നുണ്ട്. അപ്പോൾ തന്നെ 2018 മോഡൽ ടാറ്റയുടെ ടിഗോ വരുന്നുണ്ട്. 2011 മോഡൽ വാഗണാർ LXi വരുന്നുണ്ട്. ഇന്നോവ 2014 മോഡൽ ഒറിജിനൽ കേരള വരുന്നുണ്ട്. അപ്പോൾ തന്നെ 2021 മോഡൽ ടൊയോട്ടയുടെ ഗ്ലാൻസ വരുന്നുണ്ട്. ഈ വാഹനത്തിൻ്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസും വിലയും നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ഡയറക്റ്റ് ഓണറുടെ നമ്പർ മേലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസുകൾ നോക്കാം നമുക്ക്. ഫസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് 2021 മോഡൽ ടൊയോട്ടയുടെ ഗ്ലാൻസയാണ്. ഈ വാഹനം 2021 രജിസ്ട്രേഷൻ ആണ് വരുന്നത്. അപ്പോൾ തന്നെ ഓപ്ഷൻ വരുന്നത് G ഓപ്ഷനിലാണ് ഈ വാഹനം വരുന്നത്. ഈ വാഹനം സെക്കൻഡ് ഓൺഷിപ്പിലാണ് നിലവിലുള്ളത്. അപ്പോൾ തന്നെ ഈ വാഹനം പെട്രോൾ മാനുവലാണ് ട്രാൻസ്മിഷൻ വരുന്നത്. ഈ വാഹനം സഞ്ചരിച്ചത് 30,000 കിലോമീറ്റർ ആണ്. അതുപോലെ തന്നെ പുതിയ ബാറ്ററി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റീസെൻ്റ്ലിയാണ് 30,000 സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് കീ അവൈലബിൾ ആണ്. ഇപ്പോൾ തന്നെ യാതൊരു സീറോ ക്ലെയിമാണ് വരുന്നത്. യാതൊരു ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഒന്നും ഇല്ലാത്ത വാഹനമാണ്. പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസും എടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറമാണ്. വില ചോദിക്കുന്നത് 7,40,000 രൂപയാണ്. അത് ആസ്കിംഗ് പ്രൈസ് ആണ്, നെഗോഷ്യബിൾ ആണ്. അപ്പോൾ വേണ്ടവർ മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. 2021 മോഡൽ ടൊയോട്ടയുടെ ഗ്ലാൻസ G ഓപ്ഷനിലാണ്. അപ്പോൾ അതിന് സെക്കൻഡ് ഓൺഷിപ്പിലാണ് വരുന്നത്. വെറും 30,000 കിലോമീറ്റർ വാഹനം സഞ്ചരിച്ചിട്ടുള്ളൂ. യാതൊരു ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഒന്നുമില്ലാത്ത വാഹനമാണ്. അപ്പോൾ താല്പര്യമുള്ള മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. വില ഉദ്ദേശിക്കുന്നത് 7,40,000 രൂപയാണ്. അത് ചോദിക്കുന്ന വിലയാണ്, ആസ്കിംഗ് പ്രൈസ് ആണ്, നെഗോഷ്യബിൾ ആണ്. അടുത്ത വാഹനം വരുന്നത് മാരുതിയുടെ 2011 മോഡൽ വാഗണാർ ആണ്. LXi ആണ് വേരിയന്റ് വരുന്നത്. ഈ വാഹനം 2011 രജിസ്ട്രേഷൻ ആണ് വരുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് ഓൺഷിപ്പിലാണ് നിലവിൽ ഈ വാഹനം ഉള്ളത്. ഈ വാഹനം സഞ്ചരിച്ചത് 54,000 കിലോമീറ്റർ ആണ്. അത് ഫുള്ളി കമ്പനി സർവീസാണ്. യാതൊരു ആക്സിഡന്റ് ഹിസ്റ്ററിയോ പെട്ടോ ഒന്നും ഇല്ലാത്ത വാഹനമാണ്. അതുപോലെ തന്നെ വാഹനത്തിന് വില ചോദിക്കുന്നത് 2,45,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ തന്നെ വാഹനത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് പാലക്കാടാണ്. താല്പര്യമുള്ള മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. 2011 മോഡൽ വാഗണാർ LXi ആണ്, ബേസ് വേരിയൻ്റ് ആണ് വരുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് ഓൺഷിപ്പിലാണ് നിലവിലുള്ളത്. ഈ വാഹനത്തിന് ചോദിക്കുന്ന വില 2,45,000 രൂപയാണ്, നെഗോഷ്യബിൾ ആണ്. അതുപോലെ തന്നെ ലൊക്കേഷൻ വരുന്നത് പാലക്കാടാണ്. അപ്പോൾ താല്പര്യമുള്ളവർ മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. അടുത്ത വാഹനം വരുന്നത് 2018 മോഡൽ സ്വിഫ്റ്റ് ആണ്. സ്വിഫ്റ്റ് 2018 മോഡലാണ് വരുന്നത്. VXi ആണ് വേരിയന്റ് വരുന്നത്. അതുപോലെ തന്നെ സിംഗിൾ ഓൺഷിപ്പിലാണ് നിലവിൽ ഈ വാഹനം ഉള്ളത്. പെട്രോൾ മാനുവലാണ് ട്രാൻസ്മിഷൻ വരുന്നത്. ഈ വാഹനം സഞ്ചരിച്ചത് 83,000 കിലോമീറ്റർ ആണ്. അതുപോലെ തന്നെ ജെനുവിൻ ആണ്, ഫുൾ കമ്പനി സർവീസിലാണ് ഈ വാഹനം. യാതൊരു റീപ്ലേസ്മെന്റും ഇല്ല, ഫുൾ കമ്പനി സർവീസിലാണ് ഈ വാഹനത്തിന്. കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ആണ്. ഈ വാഹനത്തിന് വില ചോദിക്കുന്നത് 5,60,000 രൂപയാണ്. ഇത് നെഗോഷ്യബിൾ ആണ്. അതുപോലെ തന്നെ മാക്സിമം ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ് ഈ വാഹനത്തിന്. ഈ വാഹനത്തിന്റെ ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണയിലാണ്. അപ്പോൾ താല്പര്യമുള്ള മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. 2018 മോഡൽ സ്വിഫ്റ്റ് VXi സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന വാഹനമാണ്. അപ്പോൾ തന്നെ വില ഉദ്ദേശിക്കുന്നത് 5,60,000 രൂപയാണ്. അടുത്ത വാഹനം വരുന്നത് ടൊയോട്ടയുടെ ഇന്നോവയാണ്. 2014 ഡെലിവറി ചെയ്തിട്ടുള്ള വാഹനമാണ്. 2014 12-ാം മാസമാണ് ഈ വാഹനം ഡെലിവറി ചെയ്തിട്ടുള്ളത്. അപ്പോൾ തന്നെ ടൊയോട്ടയുടെ ഇന്നോവയാണ് വാഹനം വരുന്നത്. ഫുൾ ഓപ്ഷനാണ് ഈ വാഹനം വരുന്നത്. ഈ വാഹനം ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിലവിൽ ഈ വാഹനം ഉള്ളത്. ഈ വാഹനം ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ ആണ് വരുന്നത്. അപ്പോൾ തന്നെ ഈ വാഹനം സഞ്ചരിച്ചത് 99,000 കിലോമീറ്റർ ആണ്. അത് ഫുള്ളി ഷോറൂം സർവീസിലാണ് ഈ വാഹനം. യാതൊരു റീപ്ലേസ്മെന്റോ ആക്സിഡന്റ് ഹിസ്റ്ററിയോ ഒന്നും ഈ വാഹനത്തിനില്ല. കിലോമീറ്റർ ജെനുവിൻ ആണ്. അതുപോലെ തന്നെ വാഹനം ഫുൾ ഓപ്ഷനാണ് വാഹനം വരുന്നത്. ഈ വാഹനത്തിന് വില ഉദ്ദേശിക്കുന്നത് 13,70,500 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. അതുപോലെ തന്നെ വാഹനത്തിന്റെ ലൊക്കേഷൻ വരുന്നത് തിരൂരാണ്. അപ്പോൾ താല്പര്യമുള്ള മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. 2014 12-ാം മാസം ഡെലിവറി ചെയ്തിട്ടുള്ള ഇന്നോവയാണ്. ഫുൾ ഓപ്ഷനാണ് വാഹനം വരുന്നത്. അതുപോലെ തന്നെ വാഹനത്തിന് വില ഉദ്ദേശിക്കുന്നത് 13,70,500 രൂപയാണ്. അടുത്ത വാഹനം വരുന്നത് ടാറ്റയുടെ ടിഗോ ആണ്. 2018 രജിസ്ട്രേഷൻ ആണ് ഈ വാഹനം വരുന്നത്. XM വേരിയന്റിലാണ് ഈ വാഹനം വരുന്നത്. ഈ വാഹനം സഞ്ചരിച്ചത് 42,000 കിലോമീറ്റർ ആണ്. അതുപോലെ തന്നെ ഓണർ വരുന്നത് സിംഗിൾ ഓൺഷിപ്പിലാണ് നിലവിലുള്ളത്. അതുപോലെ ABS, എയർ, AC, പവർ സ്റ്റാരിങ്, 4-ഡോർ പവർ വിൻഡോ, ഫോഗ് ലാമ്പ് എല്ലാം വരുന്ന വാഹനമാണ്. ഫുൾ ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ് ഈ വാഹനത്തിന്. ഈ വാഹനത്തിന് വില ചോദിക്കുന്നത് 3,60,500 രൂപയാണ്. ലൊക്കേഷൻ വരുന്നത് പറവൂരാണ്. താല്പര്യമുള്ള മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. 2018 മോഡൽ ടിഗോ ആണ്, ടാറ്റയുടെ ടിഗോ ആണ് വേരിയന്റ് വരുന്നത്. അതുപോലെ തന്നെ വില ഉദ്ദേശിക്കുന്നത് 3,60,500 രൂപയാണ്. അടുത്ത വാഹനം വരുന്നത് 2020 മോഡൽ മാരുതിയുടെ എർട്ടിക്കയാണ് വാഹനം വരുന്നത്. ഈ വാഹനം 2020 രജിസ്ട്രേഷൻ ആണ് വരുന്നത്. അപ്പോൾ തന്നെ VXi പെട്രോൾ ഹൈബ്രിഡ് ആണ് വാഹനം വരുന്നത്. അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ വരുന്നത് മാനുവലാണ്. ഈ വാഹനം സഞ്ചരിച്ചത് 46,000 കിലോമീറ്റർ. അത് ഫുള്ളി ഷോറൂം സർവീസിലാണ്. ഷോറൂം ഹിസ്റ്ററി അവൈലബിൾ ആണ് ഈ വാഹനത്തിന്. അപ്പോൾ തന്നെ സിംഗിൾ ഓൺഷിപ്പിലാണ് നിലവിൽ ഈ വാഹനം ഉള്ളത്.
യാതൊരു മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നും ഈ വാഹനത്തിലില്ല. ഈ വാഹനം സഞ്ചരിച്ചത് 46,000 കിലോമീറ്ററാണ്. അതിന് വില ഉദ്ദേശിക്കുന്നത് 8,90,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. ഈ വാഹനത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് പറവൂരാണ്. താല്പര്യമുള്ള മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. 2020 മോഡൽ എർട്ടിക്ക VXi പെട്രോൾ ഹൈബ്രിഡ് ആണ് വാഹനം വരുന്നത്. വെറും 46,000 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുള്ളൂ. അപ്പോൾ തന്നെ സിംഗിൾ ആർച്ച് ഓൺഷിപ്പിലാണ് നിലവിലുള്ളത്. വില ഉദ്ദേശിക്കുന്നത് 8,90,000 രൂപ. അത് നെഗോഷ്യബിൾ ആണ്. ലൊക്കേഷൻ വരുന്നത് പറവൂരാണ്. താല്പര്യമുള്ള മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക.